വെല്ലുവിളികൾക്കിടയിലൂടെ സംസ്ഥാന വൈദ്യുതി മേഖലയെ പൊതുമേഖലയിൽ നിലനിർത്തിക്കൊണ്ട് കെഎസ്ഇബിയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് മന്ത്രി. വിഷൻ 2031 സെമിനാറുകളുടെ ഭാഗമായി മലമ്പുഴയിൽ ഊർജ്ജ വകുപ്പ് സംഘടിപ്പിച്ച സംസ്ഥാനതല സെമിനാർ പവർഫുൾ കേരളയിലെ ആമുഖ സെഷനിൽ കരട് നയരേഖ അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കൃഷ്ണൻകുട്ടി. സംസ്ഥാനത്ത് തോറിയം അധിഷ്ഠിത വൈദ്യുതി ലഭ്യമാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൃഷിയിടങ്ങളിൽ സോളാർ പമ്പുകൾ സ്ഥാപിക്കാനും അധിക വൈദ്യുതി ഗ്രിഡിലേക്ക് വിറ്റ് വരുമാനം നേടാനും ഇതുവഴി കർഷകർക്ക് സാധിക്കുമെന്ന് കരട് നയത്തിൽ മന്ത്രി പറഞ്ഞു. ചെറുകിട മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വൈദ്യുതി നിരക്കിൽ ഇളവ് നൽകും. കേന്ദ്ര സർക്കാരിന്റെ കരട് വൈദ്യുതി നിയമ ഭേദഗതി 2025 രാജ്യത്തെ പൊതുമേഖലാ വിതരണ സ്ഥാപനങ്ങൾക്ക് ഭീഷണിയാകുമെന്നാണ് കേരളത്തിന്റെ വിലയിരുത്തൽ. ഒരു ശൃംഖലയിൽ ഒന്നിലധികം കമ്പനികൾക്ക് വിതരണം നടത്താൻ അനുവാദം നൽകുന്നത് സ്വകാര്യ കമ്പനികൾ ലാഭകരമായ വൻകിടക്കാരെ മാത്രം തിരഞ്ഞെടുക്കാനും പൊതുമേഖലയെ നഷ്ടത്തിലാക്കാനും ഇടയാക്കും. കൂടാതെ ക്രോസ് സബ്സിഡി സമ്പ്രദായം നിർത്തലാക്കുന്നത് സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കും കർഷകർക്കും വൈദ്യുതി അപ്രാപ്യമാക്കും. ദേശീയതലത്തിൽ ഇലക്ട്രിസിറ്റി കൗൺസിൽ രൂപവൽക്കരിക്കുന്നത് വൈദ്യുതി മേഖലയിലെ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അധികാരങ്ങളെ ഇല്ലാതാക്കുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. പുരപ്പുറ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതികൾ വിപുലീകരിക്കും. ഉപഭോക്താക്കൾക്ക് മനസ്സിലാക്കാവുന്ന ലളിതമായ തരത്തിൽ ബില്ലിംഗ് സമ്പ്രദായം പരിഷ്കരിക്കും. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നിലവിലുള്ള ജലവൈദ്യുത നിലയങ്ങൾ ആധുനികവൽക്കരിക്കുകയും പുതിയ ജലവൈദ്യുത പദ്ധതികളും പമ്പ്ഡ് സ്റ്റോർ പദ്ധതികളും നടപ്പാക്കുകയും ചെയ്യും. BPL ഉപഭോക്താക്കൾക്ക് സൗജന്യ വൈദ്യുതി കണക്ഷൻ നൽകുന്ന പ്രവൃത്തി തുടരും. ഊർജ്ജ സുരക്ഷയ്ക്ക് വേണ്ടി ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദന രംഗത്ത് രാജ്യത്തിന് മാതൃകയായി കൊച്ചിയും തിരുവനന്തപുരവും പ്രധാന ഹബ്ബുകളാക്കി ഹൈഡ്രജൻ വാലി ഇന്നൊവേഷൻ ക്ലസ്റ്റർ സ്ഥാപിക്കും. ഇത് ഉൽപ്പാദനം, സംഭരണം, വിതരണം, മൊബിലിറ്റി, ഗവേഷണം എന്നിവ ഉൾപ്പെടുന്ന ഒരു പ്രാദേശിക ഹൈഡ്രജൻ ഇക്കോസിസ്റ്റം സൃഷ്ടിക്കും. ഊർജ്ജ മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഉൽപാദനത്തിന് നിങ്ങളുടെയൊക്കെ സഹായം ആവശ്യമുണ്ട്. അതെങ്ങനെ ഒരു ചർച്ച നമുക്ക് വരുന്നില്ല. 130 കോളനികളിൽ IT എത്തിയിട്ടുണ്ടായിരുന്നില്ല. 78 കൊല്ലം കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരാൾ ചർച്ച ചെയ്തല്ലോ. ഇപ്പം ഇനി 16 കോളനിയുള്ളൂ. അത് വൈദ്യുതി ഫോറസ്റ്റിൻ്റെ തടസ്സങ്ങൾ കൊണ്ടാണ് നിൽക്കുന്നത്. അവിടെ സോളാറും വിൻഡും കൂടി കൊടുക്കാൻ വേണ്ടി ആ കോളനികളും എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. എത്ര ചെലവ് വന്നാലും ശരി അത് കൊടുക്കണം എന്നുള്ളൊരു പോളിസിയാണ്. പക്ഷേ മഹാത്മാഗാന്ധി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തറിയോ, നെഹ്റു പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ എന്താ എനിക്ക് തരുന്ന ഉപദേശം പറഞ്ഞപ്പോൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിക്കണക്കിനെ എങ്ങനെ ബാധിക്കുന്നുള്ള തീരുമാനമായിരിക്കണം. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു തീരുമാനമെടുക്കുമ്പോഴും അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കൃഷിക്കാർക്ക് സോളാർ പുഷ്പം പദ്ധതി വളരെ നല്ല രീതിയിൽ കൊണ്ട് നടത്താൻ പറ്റും. 25 ലക്ഷം ഹെക്ടർ കൃഷിയുണ്ട്. ഒരു 5 ലക്ഷം പോലും ഇറിഗേറ്റ് ചെയ്യുന്നില്ല. അവിടെ നാണ്യവിളകളൊന്നും ഇറിഗേറ്റില്ല. അതിന് സോളാർ പമ്പ് വെച്ച് ഇറിഗേറ്റ് ചെയ്യാനുള്ളൊരു സംഗതിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടി കിടക്കുന്നതിനെ എങ്ങനെ ബാധിക്കുന്നുള്ളത് ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷേ സ്മാർട്ട് മീറ്ററുകൾ, മൊബൈൽ ആപ്പുകൾ, ഡിജിറ്റൽ പോർട്ടലുകൾ എന്നിവയിലൂടെ സേവനങ്ങൾ സുതാര്യമാക്കും. EV ചാർജിംഗ്, ഹോം ഓട്ടോമേഷൻ, സോളാർ സൗകര്യം, പ്രീപെയ്ഡ് പോസ്റ്റ്പെയ്ഡ് സംവിധാനങ്ങൾ തുടങ്ങിയ മൂല്യവർദ്ധിത സേവനങ്ങൾ നൽകും. കർഷകർക്കായി PM കുസും പദ്ധതി വ്യാപകമാക്കും. വൈദ്യുതി ബോർഡിന്റെ ഡാമുകളും ക്വാർട്ടേഴ്സുകളും ഹൈഡൽ ടൂറിസം സെന്ററുകളായി ഉപയോഗിച്ച് 5 വർഷം കൊണ്ട് ടൂറിസത്തിൽ നിന്നുള്ള മൊത്തം വരുമാനം 500 കോടി രൂപയോളം എത്തിക്കാനാണ് ലക്ഷ്യം. അന്താരാഷ്ട്ര തലത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ പുത്തൻ അറിവുകൾ ലക്ഷ്യമാക്കിക്കൊണ്ട് പുതിയ റിസർച്ച് സെന്ററും ടെക്നോളജി ഇൻക്യുബേഷൻ സെന്ററും IIT പോലുള്ള സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സ്ഥാപിക്കുകയും ഹരിതോർജ്ജ മേഖലയിൽ 50,000-ലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഊർജ്ജ വകുപ്പിന്റെ കഴിഞ്ഞ 9 വർഷങ്ങളിലെ പ്രധാന നേട്ടങ്ങൾ ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാറും സംസ്ഥാന കരട് വൈദ്യുതി നിയമ ഭേദഗതി ബില്ല് 2025 KECB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ K. ഇന്ദിരയും അവതരിപ്പിച്ചു. ആമുഖ സെഷനിൽ MLA-മാരായ A. പ്രഭാകരൻ, KD പ്രസേനൻ, സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ KV രാമൻ, KECB ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മിൻഹാജ് ആലം, അനർട്ട് CEO ഹർഷിൽ ആർ മീണ, എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ R. ഹരികുമാർ, KECB സ്വതന്ത്ര ഡയറക്ടർ VR. മുരുകദാസ്, ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ G. വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.